ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് അറ്റൻഡർ എക്സാമിന് 2026 നടന്നിട്ടുള്ള അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ LGS പരീക്ഷയിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇനിയും ഇതുപോലെ തന്നെ 2026 ചോദിച്ച ചോദ്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കമ്പനി ബോർഡ്, LGS എന്നീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോഡൽ പേപ്പേഴ്സ് തരുന്നുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും പഠിക്കേണ്ട SCERT ചാപ്റ്റേഴ്സുകളും തരുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത് അല്ലേ, ശ്യാമലാണ് വരുന്നത്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ SCERT ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 2 നയങ്ങളാണ്, സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. ഇത് കറക്റ്റ് പുതിയ SCERTൽ പറയുന്ന കാരണം നമുക്ക് ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളാണ് കലാപത്തിന് കാരണമാകുന്നത്. 2 പ്രധാനപ്പെട്ട നയങ്ങളാണ്, ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയും ദത്താവകാശ നിരോധന നിയമവും. ഓക്കെ, അതാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്തവരെ കുറിച്ചിട്ട് അല്ലേ, സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആരൊക്കെയാണ്? സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമാണ് എന്ന് പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഇതിന് കാരണമാകുന്നത്. ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ദൗത്യാവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥ എന്ന് വെച്ചാൽ വെല്ലസി പ്രഭു, റിച്ചാർഡ് വെല്ലസിയാണ് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. റിച്ചാർഡ് വെല്ലസിയാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള PYQ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ വരാത്തത് ഏതാണ്? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചിലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളാണ്, പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണ്. ഒന്നെന്ന് വെച്ചാൽ എന്താണ്, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ ഒരു യൂണിറ്റ് തൻ്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവും ആര് നൽകണം? രാജാവ് നൽകണം. അതുപോലെ തന്നെ വേറൊരു ഈ കമ്പനിയുടെ അനുമതി ഇല്ലാതെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടൊന്നും സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യ രാജാവ് നടപ്പിലാക്കാൻ പാടില്ല.
സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ചോദിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഓക്കെ, ഈ വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെടാമെന്നുണ്ടെങ്കിൽ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം എന്ന് പറയുന്നു. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. 1798 റിച്ചാർഡ് വെല്ലസി ഈ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ദത്തവകാശ നിരോധന നിയമം അല്ലെ, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദത്തവകാശ നിരോധന നിയമം. അതായത് ഒരു നാട്ടുരാജ്യത്തിൽ ഒരു ഭരണാധികാരി മരിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ പിന്തുടർച്ച അവകാശികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ദത്തെടുത്തിട്ട് അവരെ വളർത്തിയിട്ട് അവരെ എന്താക്കി മാറ്റും? രാജാക്കന്മാരായിട്ട് മാറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സംഭവം നിരോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഝാൻസി റാണിയൊക്കെ ഝാൻസി റാണിയുടെ ഒരു കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഝാൻസി റാണിയൊക്കെ ഇതിനെതിരെ പോരാടിയിട്ടുള്ളൊരു വനിതയാണ്. അപ്പോൾ ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കളില്ലാതെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കുവാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഈ ദത്തെടുക്കൽ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ ദത്തെടുക്കാൻ അപ്പോൾ ആ സമയത്ത് എന്താണ്, നാട്ടുരാജാക്കന്മാർ വരുന്നില്ല അല്ലേ. അപ്പോൾ വേറെ രാജാവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാരെ ഈ രാജ്യം പിടിച്ചെടുക്കും. അതാണ് ദത്തവകാശ നിരോധന നിയമം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ള കാരണം. പിന്നെ മൂന്നാമത്തെ കാരണം എന്താണ്? മൂന്നാമത്തെ കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള അസംതൃപ്തിയാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നയിച്ച കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാം? സൈനിക സഹായ വ്യവസ്ഥ പറയാം. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ദത്തവകാശ നിരോധന നിയമം പറഞ്ഞു. പിന്നെ ബ്രിട്ടീഷുകാരിലെ ഈ സൈനികർക്കുണ്ടായിരുന്ന അസംതൃപ്തി, അതായത് ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനം, മോശം ഭക്ഷണം, താമസ സൗകര്യമൊക്കെയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് സൈനികരുടെ പോലെ തന്നെയാണ് ഇന്ത്യൻ സൈനികർ കാണുന്നുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ സമർത്ഥരാണ് അല്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നുള്ളൂ. ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നുള്ളൂ അല്ലേ. അതുപോലെ തന്നെ മോശം ഭക്ഷണവും താമസ സൗകര്യമാണ് ലഭിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തു. ഈ എൻഫീൽഡ് തോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തോക്കിൽ ഈ വെടിയുണ്ടകൾക്ക് പകരം ഗ്രീസ് പുരട്ടിയിട്ടുള്ള ഒരു കടലാസിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ച് കീറണം. അപ്പോൾ ഈ കടിച്ച് കീറുമ്പോൾ ഈ കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്നുള്ളൊരു പ്രചാരണം സൈനികർക്കിടയിൽ ഉണ്ടാവുകയാണ്. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളൊരു ഒരു തരം നെയ്യ് അല്ലെങ്കിൽ ഒരു തരം ഗ്രീസാണ് ഇതെന്ന് പറയുന്നത് എന്നുള്ളൊരു പ്രചാരണം അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധിച്ചത് ആരാണ്? ബരക്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചത് മംഗൽ പാണ്ഡെയാണ്. പക്ഷേ ഈ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൽ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പോൾ ആദ്യമായിട്ട് തൂക്കിലേറ്റുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി ചോദിക്കുകയാണെങ്കിൽ മംഗൽ പാണ്ഡെയാണ്. 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത് അല്ലേ. അങ്ങനെ അതിനുശേഷം പിന്നെ ഈ 1857 കലാപത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കലാപം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. മംഗൽ പാണ്ഡെയെ വധിച്ചതിന് ശേഷം ബഹദൂർ ഷാ രണ്ടാമൻ, ഡൽഹിയിലെ രാജാവാണ് ബഹദൂർ ഷാ രണ്ടാമൻ, അദ്ദേഹത്തെ രാജാവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പല രാജ്യങ്ങളിലും കുറേ പേരും ഈ കലാപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും ഈ ബ്രിട്ടീഷുകാരെ ഈ ലഹളകളൊക്കെ അടിച്ചമർത്തുന്നുണ്ട്. അതുപോലെ തന്നെ
കുറേ പേര് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. കുറേ പേരും ഇതിൽ മരിച്ച 1.5 ലക്ഷം പേരും 1 ലക്ഷത്തിൽ നോക്കി നോക്കിയാൽ 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരും സാധാരണക്കാരാണ്. ബ്രിട്ടീഷുകാരുടെ ഈ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കുവാനായിട്ട് ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. അതായത് കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യമാണ് കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കലാപം നടന്ന സ്ഥലവും കലാപത്തിന് നേതൃത്വം നൽകിയവരും അവരുടെ സവിശേഷതകളെ നമുക്ക് നോക്കാം. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. നാം പറഞ്ഞു ഡൽഹി രാജാവായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനാണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയവർ. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റെങ്കൂണിലേക്ക് നാട് കടത്തി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ജനറൽ ഭക്ത്ഖാൻ ഈ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക തലവനാണ് ജനറൽ ഭക്ത്ഖാൻ. അപ്പോൾ ഡൽഹിയിൽ രണ്ടുപേരും നേതൃത്വം കൊടുത്തു. ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനും. ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാരെ റങ്കൂണിലേക്ക് നാടുകടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക തലവൻ ആരാണ്? ജനറൽ ഭക്ത്ഖാൻ ആണ് ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറൽ. നെക്സ്റ്റ് ഝാൻസിയിലാണെങ്കിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ് ഝാൻസി റാണി അല്ലേ, മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ് കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പിയെക്കുറിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ആരാണ്? താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബിലെ സൈനിക തലവനാണ് താന്തിയ തോപ്പിയാണ് ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിക്കുന്നത്. അപ്പോൾ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നെക്സ്റ്റ് ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണല്ലേ. ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിലെ ഭരണാധികാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അപ്പം ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഔദിലെ ഭരണാധികാരിയാണ്. പിന്നെ ബീഹാറിലെ ആരയിൽ കൻവർ സിംഗ് ആണ്. അപ്പോൾ ജഗദീഷ്പൂർ ചോദിക്കുകയാണെങ്കിലും ആരെ ചോദിക്കുകയാണെങ്കിലും ബീഹാർ ചോദിക്കുകയാണെങ്കിലും ആരാ കൊടുക്കേണ്ടത്? കൻവർ സിംഗിനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. അപ്പോൾ ബീഹാർ ജഗദീഷ്പൂർ ചോദിക്കുകയാണെങ്കിൽ ആരൊക്കെ കൊടുക്കേണ്ടത്? കൻവർ സിംഗിനെയാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ ജനറൽ ഭക്ത്ഖാൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാറിലെ ആരയിലെ കൻവർ സിംഗ്. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ PYQ ആണ്. ഈ കലാപത്തിന് കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വിജയിക്കാത്തതെന്ന് PYQ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. PYQ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. കലാപകാരികളെക്കാളും കുറച്ചുകൂടി സൈന്യവും അതുപോലെ തന്നെ സൈനിക ശേഷിയും സംഘാടന മികവും ഒക്കെ ആർക്കുണ്ടായിരുന്നു? ഈ കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. ഈ കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു. അതുപോലെ തന്നെ മധ്യവർഗം ഈ കലാപത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കലാപം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. അതൊക്കെ കാരണമാണ് ഈ ഒരു 1857 കലാപത്തിന് എന്ത് സംഭവിക്കുന്നത്? അവർ പരാജയപ്പെടുന്നത് അല്ലേ. പക്ഷെ അങ്ങനെ പരാജയപ്പെട്ടുന്നുണ്ടെങ്കിലും വലിയൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുറേ ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നേട്ടങ്ങളുണ്ടായി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ
ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ക്ലിയർ ആണല്ലോ. ഇനി 1857 കലാപത്തെക്കുറിച്ചിട്ട് നമുക്ക് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട, അപ്പോൾ നമുക്ക് കലയും സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഏതൊക്കെയാണ് കലയും സാഹിത്യം? 1857 സിനിമയും സാഹിത്യം നമുക്ക് നോക്കാം. മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റേസിംഗ്, ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദി ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്ന ചലച്ചിത്രങ്ങൾ 1857 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആരൊക്കെയാണ്? മോഹൻ സിൻഹയുടെ 1857, കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദി റേസിംഗ്, പിന്നെ ക്രിഷ് ജഗർലാമുഡിയുടെ മണികർണിക, ദി ക്യൂൻ ഓഫ് ഝാൻസി എന്നിവ. പിന്നെ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അമൃതം തേടി, അതുപോലെ തന്നെ മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പുതിയ സിയാറ്റിൽ പറയുന്ന പോയിന്റ്സ് ആണ്. ഇതെന്തായാലും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്രിപ്സ് മിഷനെയാണ് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചൗരി ചൗരാ സംഭവം. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് 10ാം ക്ലാസ്സിലെ പഴയ SCRT ടെക്സ്റ്റ് ബുക്കാണ്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് സമരവും സ്വാതന്ത്ര്യവും എന്നാണ്. സമരവും സ്വാതന്ത്ര്യവും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്താണ് നിസ്സഹകരണ സമരം? നിസ്സഹകരണ സമരം ആരംഭിക്കുന്നതെന്നാണ്? 1920 നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത് അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. റൗളത്ത് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? എന്തൊക്കെയാണ്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഗാന്ധിജി? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നിസ്സഹകരണ സമരത്തിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് അവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിന് ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് എക്സാമ്പിളാണ് ഔദിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അതുപോലെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി, വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങളൊക്കെ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ വേറെയും കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് എന്താണ്? ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ചർക്കയിൽ നൂല് നൂറ്റി ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. അയിത്തോച്ചാടന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ സ്ഥാപിക്കപ്പെട്ടതാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവയൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരാണ്. അങ്ങനെ നിസ്സഹകരണ സമരം നടക്കുന്ന സമയത്ത് തന്നെ, അതായത് 1920 നിസ്സഹകരണ സമരം നടക്കുന്നത് അല്ലേ? 1919 ലാസ്റ്റൊക്കെ ആയപ്പോൾ നടക്കുന്നുണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നുണ്ട്. അതായത് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവയുടെ നേതൃത്വത്തോട് കൂടിയിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ഖിലാഫ് നേതാക്കന്മാരോടൊപ്പം കേരളത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ എന്താ പറയുന്നത്? നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണ്? ചൗരി ചൗര സംഭവമാണ്. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിസ്സഹകരണ സമരം ഈ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സംഭവത്തിലൂടെയാണ്? ചൗരി ചൗര സംഭവത്തിലൂടെയാണ്. അതായത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. അതിൽ 22 പോലീസുകാർ കൊല്ലപ്പെടാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സാധാരണയായിട്ട് ഗാന്ധിജി ചെയ്യുന്നത് എന്താണ്? അഹിംസയിൽ ഊന്നിയിട്ടുള്ള അതിലൂടെയുള്ള സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ സമരങ്ങൾ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കാനൊന്നും പാടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചൗരി ചൗര സംഭവം നടക്കുകയാണ്. അതായത് ഈ പോലീസുകാരൊക്കെ കൊല്ലപ്പെടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1897 അമരാവതിയിൽ INC സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമയത്ത് അധ്യക്ഷൻ ആരാണ്? സി ശങ്കരൻ നായരാണ് അല്ലേ? സർ സി ശങ്കരൻ നായരാണ്. INCയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗം 10ാം ക്ലാസ്സിലെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കാണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അതിൽ പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമുണ്ടാക്കി. ഈ മനോഭാവമാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പോൾ എന്താണ് ദേശീയത? ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സംഘടിത രൂപമായിരുന്നു അല്ലേ. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. 1855 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് INC രൂപീകരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1885 മുതൽ 1947 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ INCയുമായി ബന്ധപ്പെട്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് SCERT പഠിക്കാനായിട്ടുള്ളത്. 1885 ഡിസംബറിലാണ് രൂപീകരിച്ചത്. ബോംബെയിലാണ് രൂപീകരിച്ചത്. 72 പ്രതിനിധികളാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. നമ്മൾ പറഞ്ഞു നാനാ സാഹിബ് അല്ല. ആരാണ് കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ആരാന്ന് പറഞ്ഞു? ജനറൽ ഭക്തഖാനും അതുപോലെ തന്നെ ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി ഔദി വിശേഷിപ്പിക്കപ്പെട്ടു. ശരിയാണ്. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്നു. ഇൻ മെമ്മോറിയം വരച്ചത് ആരാണ്? ജോൺ നോയൽ പാറ്റൺ ആണ് ഇൻ മെമ്മോറിയം വരച്ചത്. ഓക്കെ, അപ്പോൾ ജോൺസ് ബാർക്കറിൻ്റെ ഇതായിരുന്നു റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു. ഇനി 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അതും ശരിയാണ്. നമ്മൾ ഈ 2 ക്വസ്റ്റ്യനും കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 2ഉം 4ഉം ആണ്. അപ്പോൾ നമ്മൾ പുതിയ SCERTയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് പഠിച്ചു. ഇനി നമുക്ക് പഴയ SCERTയിൽ 10ാം ക്ലാസ്സിലെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. നമുക്കതും കൂടി ഒന്ന് നോക്കാം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു.
തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിൻ്റെ വിവരണമാണ് മുകളിൽ കണ്ടത്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് കലാപം? മീററ്റിൽ നിന്നാണ് അല്ലേ. മീററ്റിലെ ശിപ്പായിമാരാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത്? നമ്മൾ പറഞ്ഞു അല്ലേ, തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ടുള്ള അവഹേളനം, പിന്നെ ഈ തോക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. അതേ സെയിം തന്നെയാണ് പറയുന്നത്. പിന്നെ മംഗൾ പാണ്ഡെയാണ് അതിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തി. അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ആരൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞു? രാജാക്കന്മാരും കർഷകരും കർഷക തൊഴിലാളികളൊക്കെ പങ്കെടുത്തു എന്ന് പറഞ്ഞു. പിന്നെ വേറെ കാരണം എന്തായിരുന്നു? ദത്തവകാശ നിരോധന നിയമമായിരുന്നു അല്ലേ. ദത്തവകാശ നിരോധന നിയമം. പിന്നെ നമ്മൾ ഏതാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? സൈനിക സഹായ വ്യവസ്ഥയും പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ് ഇവിടെ? സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. ഓക്കെ, എന്താണ്? സാധാരണക്കാരായ കർഷകരും അതുപോലെ തന്നെ കരകൗശല തൊഴിലാളികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അല്ലേ. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഇനി ഇവിടെ നമുക്ക് കലാപസ്ഥലവും നേതാക്കന്മാരും തന്നിട്ടുണ്ട്. ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനാണ്. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹല, പിന്നെ കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അതൊക്കെയാണ് ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ നാനാ സാഹിബ് താന്തിയ, പിന്നെന്താണ് ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയും. ഓക്കെ, അങ്ങനെ കലാപകാരികൾ ഈ കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തുന്നുണ്ട്. എന്നാലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട് ഭരണമൊക്കെ അല്ലേ. അങ്ങനെ 1857 ശേഷം പട്ടിണി മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ 1885 INC-യുമായി ബന്ധപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ചൂഷണം തിരിച്ചറിയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് പഴയ CRTയിലും പുതിയ CRTയിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1922 ചൗരി ചോര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ഏതാണ്? ചൗരി ചോര സംഭവത്തെ തുടർന്നിട്ട് എന്താ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്? നിസ്സഹകരണ സമരമാണ് അല്ലേ. നിസ്സഹകരണ സമരമാണ് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടതാണ്. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അതും ശരിയാണ്. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതും ശരിയാണ്. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. അതും ശരിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ വരുന്നത്? ഒന്നാമത്തെയാണ്, ഓപ്ഷൻ C ആണ്. ഒന്നാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഭാഗം വരുന്ന CRT ചാപ്റ്റർ നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണമായത് എന്തായിരുന്നു? ചൗരി ചോര സംഭവമാണ് അല്ലേ. നിസ്സഹകരണ സമരത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. 1920 നിസ്സഹകരണ സമരം നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിവിൽ നിയമലംഘനം അതുപോലെ തന്നെ പൂർണ്ണ സ്വരാജ്യം എന്താണെന്ന് നോക്കാം. സിവിൽ നിയമലംഘനം നടക്കുന്നത് നോക്കി ഈ ഒരു ഫസ്റ്റ് തന്നെ നോക്കി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത് INC-യിൽ. 1929 ലാഹോർ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഈ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ എന്താ പറയുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്താണ്? സിവിൽ നിയമലംഘനം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ PYക്ക് ചിലപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നിയമലംഘന പ്രസ്ഥാനം എന്താണ്?
നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായത് 1929 ലാഹോർ സമ്മേളനമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറ്റായ പ്രസ്താവന തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതാണ് എന്തെന്ന് പറയുന്നത് 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചതും ഈ ഒരു സമ്മേളനത്തിലാണ്. ഇതിലെ INC പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഈ ഗാന്ധിജി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നോക്കാം. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കുക. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, ഈ ഒരു ഉപ്പ് സമരത്തിലേക്ക് ഉപ്പ് സമരായുധമായിട്ട് എടുക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയ ചെറുകിട ഉൽപ്പാദകർക്കും മേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഈ ഉപ്പ് നികുതി എടുത്ത് കളയുക എന്നത്. അപ്പോൾ ഉപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമരം നടത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുമെന്ന് ഗാന്ധിജി വിചാരിച്ചു. അതിനാലാണ് ഈ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഉപ്പ് നികുതി എടുത്ത് കളയുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി അദ്ദേഹം ഉന്നയിക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് വട്ടമേശ സമ്മേളനങ്ങൾ നോക്കാം. വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32 വർഷങ്ങളിലാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇതിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. പഠിച്ചു വെച്ചിരിക്കുക, 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ ക്വസ്റ്റ്യൻ കണ്ടത്? 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പറഞ്ഞ എന്താണ്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണ് പറയുന്നത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. PYQ ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ്, കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെയായിരുന്നു ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം. ജനകീയമായിട്ടുള്ള മറ്റൊരു സമരമായിരുന്നു. അതിൽ എന്താണ്? അഹിംസയിൽ ഊന്നിയിട്ടുള്ള ഒരു സമരമാണ് ഇതിലൂടെ INC വിഭാവനം ചെയ്തത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റം, ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, 2ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുന്ന തോന്നലോ ഒക്കെ എന്താണ്? ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്: നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സംസ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാരെ നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം എന്നിവയൊക്കെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും SCRT പാഠഭാഗവും പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ PYക്ക് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.